ഒരു ബിസി ആയിട്ടുള്ള എൻ്റെ ഒരു ഞായറാഴ്ച ദിവസമാണ് കാണിക്കുന്നത്. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. രാവിലെ എണീച്ച ഉടനെ തന്നെ അത് ചായ ഇട്ടിടുന്നുണ്ട്. അപ്പോൾ ചായ എനിക്ക് ചായ എന്നും ഒരു വീക്ക്നെസ്. കാപ്പി എനിക്ക് ഇഷ്ടമേ ഇല്ല. ചായ രാവിലെ ചായ കുടിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് പാൽ ചായ വേണം, കട്ടനൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതേ പാൽ ചായ ഇട്ട് ആദ്യം തന്നെ ഇതാക്കുന്നുണ്ട്. ചിലപ്പോൾ രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ ഫസ്റ്റ് ഇടില്ല. സ്റ്റിച്ചിങ്ങിൻ്റെ വല്ല വീഡിയോസൊക്കെ ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ, ഓൺലൈൻ ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് എടുക്കും. കാരണം സൺഡേ ആണെങ്കിൽ ഇവരെല്ലാവരും മെല്ലെ എണീക്കുള്ളൂ. അപ്പോൾ എനിക്കത് മെല്ലെ ചെയ്താൽ മതി. നേരത്തെ കാലത്ത് ചായ ഇട്ട് എനിക്കൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. അതല്ല ബാക്കിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ്ങിന് ഇരിക്കാൻ പറ്റാറില്ല. അപ്പോൾ ഫസ്റ്റ് വീഡിയോ എടുക്കുക എന്ന പരിപാടിക്ക് ദോശമാവൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ, മക്കളാരും എണീച്ചില്ല, ശനി ഞായറാണെന്നുണ്ടെങ്കിൽ രാവിലെ എണീച്ച ഉടനെ തന്നെ കുറച്ച് വീഡിയോസും ഓൺലൈൻ ക്ലാസ്സിനുള്ള സംഭവങ്ങളൊക്കെ എടുക്കും. അതിന് ശേഷമായിരിക്കും ബാക്കി പരിപാടികൾ. അപ്പോൾ ചായയൊക്കെ ഇട്ട് കുടിച്ച ശേഷം ദോശയാണ്, ചമ്മന്തി അരച്ചു ദോശ ഉണ്ടാക്കുന്നു. പിന്നെ അതിന് ശേഷം എനിക്കിനി മാർക്കറ്റിൽ പോകണം. പിന്നെ മീൻ മേടിക്കണം, കുറച്ച് ബീഫ് മേടിക്കണം. സൺഡേ ആയതുകൊണ്ട് ബീഫ് ആക്കാമെന്ന് ഓർത്ത്. ബീഫ് അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ മട്ടൻ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൈകുന്നേരത്തേക്ക് അത് തന്നെ മതിയാവും. മീൻ കറി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ചോറ് ഇവിടെ ആരും കഴിക്കില്ല. അപ്പോൾ പിന്നെ വീണ്ടും നമ്മളൊരു കറി ഐറ്റംസ് ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് സൺഡേ നമ്മൾ ബീഫോ ചിക്കനോ ഇങ്ങനെയൊക്കെ അങ്ങ് ആക്കും. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിലിങ്ങനെ തന്നെയാണോ സംഭവം? അപ്പോൾ ഈ ദോശയും ചമ്മന്തിയൊക്കെ ശേഷം നേരെ ഞാൻ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ മാർക്കറ്റ് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. അതുകൊണ്ട് ഒരുങ്ങി കെട്ടി പോക്കൊന്നുമില്ല. കാരണം എന്താ പറഞ്ഞാൽ പച്ചക്കറിയും മീൻ മാർക്കറ്റിലേക്ക് പോകുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ സാധാരണ രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മൊബൈൽ എടുത്ത് ക്യാഷ് എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞാനിതേ നൈറ്റി തെച്ച ഇത് കണ്ടോ, ലാസ്റ്റ് തെച്ചത് നൈറ്റിയാണതേ. ഇത് നമ്മൾ ഞാനപ്പോൾ ടേബിളിൽ വെച്ചതായിരുന്നു. ഇപ്പോൾ അതേ മാർക്കറ്റിലേക്ക് പോവുകയാണ്. ബാഗ് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മീൻ മേടിക്കണം, പിന്നെ ബീഫ് മേടിക്കണം. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് പോയത്. അപ്പം മീൻ ഞാൻ അയല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫും 1 കിലോ വാങ്ങിച്ചു. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ബീഫ് വയ്ക്കും. അയല പിന്നെ മൺഡേ കറി വയ്ക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ ഓർത്തിട്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പാല്, തേങ്ങ അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് 1-2 പച്ചക്കറികളും ഒക്കെ വാങ്ങിച്ചു. എന്തൊക്കെയാണെങ്കിലും പച്ചക്കറി വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പിള്ളേരുടെ വിഷമം കാണുന്നത് വലിയ പാടാണ്. നോൺ വെജ് ആണെങ്കിൽ പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് ഇല്ല. അപ്പോൾ സാധനങ്ങളെല്ലാം ഓരോന്നോരോന്നൊക്കെ അടുക്കി പെറുക്കി അതത് സ്ഥലത്ത് എനിക്കിങ്ങനെ വെച്ചിരിക്കണം ഇഷ്ടമല്ല, പ്രത്യേകിച്ച് കിച്ചൺ സ്ലാബ്. ഇത് അയല വാങ്ങിച്ചത്, അയല മുറിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എൻ്റെ കത്തി മുറിച്ച് കുറവാണെങ്കിൽ അയല പിഞ്ഞ് വരും. അതുകൊണ്ട് അയല മുറിച്ച് തന്നെ ഞാൻ വാങ്ങിക്കാറുള്ളൂ. പിന്നെ ഇതേ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ബീഫ് കുക്കറിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ദോശ കഴിച്ചു കേട്ടോ, ദോശയൊക്കെ കഴിച്ചു. പിന്നെ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല ഞാൻ. ഇതേ ബീഫ് അടുപ്പത്ത് കുക്കറിൽ വെച്ചിട്ട് 3-4 വിസിലങ്ങ് അടിക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ വരട്ടിയെടുക്കുകയെന്ന് വെച്ചാൽ ബീഫ് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ പെരുംജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവാള, മല്ലിയില ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. കുക്കറിൽ ആദ്യം ഒന്ന് വേവിച്ചെടുക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ നല്ലോണം വരട്ടി കൊണ്ടെടുക്കും. അപ്പോൾ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചോറ് അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതൊന്നും ഞാൻ എടുത്തില്ല. ഒരു ദിവസത്തിലെ ഒരു പകുതിയോളം കാര്യങ്ങൾ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബീഫ് നന്നായിട്ട് വിനീഗർ ചേർക്കും ഞാൻ കേട്ടോ. വിനീഗർ ചേർത്തിൽ ബീഫിൽ നല്ല സ്മൂത്താവും ബീഫ്. ബീഫ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്, കണ്ടല്ലോ. നന്നായി വരട്ടി അങ്ങോട്ട് എടുക്കും. കാരണം വരട്ടി എടുത്താൽ ഇവിടെ എല്ലാ ഹസ്ബൻഡിനൊക്കെ ഇഷ്ടമുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ കറി ആയിട്ടുള്ളത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വരട്ടി അങ്ങോട്ട് എടുക്കുന്നുണ്ട്. പിന്നെ കിച്ചൺ എപ്പോഴും നമ്മുടെ സ്ലാബിൽ ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടാവും. കാരണം ഇവിടെ വർക്ക് ഏരിയയും 2 കിച്ചണൊന്നും ഇല്ല, ഈ ഒരു കിച്ചണേ ഉള്ളൂ, കണ്ടോ. അപ്പോൾ പിന്നെ ഈ സാധനങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും. നമുക്ക് അടിച്ച് ഇതൊക്കെ സെറ്റാക്കി ഒരു പണി കഴിയുമ്പോൾ വെക്കും. അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കും രാവിലെ വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ അത് കഴിഞ്ഞു നമ്മുടെ ബീഫ് കറിയായി. പിന്നെ നമുക്ക് ആര്യയുടെ ക്ലാസ് എടുക്കുന്നുണ്ട്, ഓഫ്ലൈനും ഓൺലൈനും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സും നമ്മൾ എടുക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സിനുള്ള വീഡിയോസും നമ്മൾ സെറ്റാക്കുക, അങ്ങനത്തെ പരിപാടികളെല്ലാം ഉണ്ട്. അപ്പോൾ അതിനുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്തു വയ്ക്കും. പിന്നെ സ്റ്റിച്ചിങ് ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ, നമ്മൾ സ്റ്റിച്ചിങ് ക്ലാസ് എടുക്കേണ്ട, വീഡിയോസ് എടുക്കേണ്ട. അപ്പോൾ അതും അതൊക്കെ ഒന്ന് സെറ്റാക്കി നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം പോകും. പിന്നെ ക്ലീനിൻ്റെ ഇടയിൽ ക്ലീനിങ് ഉണ്ടാവും, പാത്രം കഴുകലുണ്ടാവും, അത് ഇങ്ങനെ പോകും സംഭവം. അതൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതൊരു ചെറിയൊരു ഇതാണ്, അതായത് ഞാനൊരു ദിവസമൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഉള്ള ഒരു ഇതാണ്. അപ്പോൾ ഇപ്പം കുറച്ച് ബിസിയായി. കാരണം ഓഫ്ലൈനും ഓൺലൈനും ആരിയും പിന്നെ സ്റ്റിച്ചിങ് ക്ലാസ് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി തിരക്കായി വരികയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.